ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ ആണ്. ക്രിസ്പി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെയും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ഫ്രൈ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വെജിറ്റബിൾ ഫ്രൈ തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്. ഞാൻ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ വെജിറ്റബിൾ ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു 10 വെണ്ടയ്ക്കയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നന്നാക്കി കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് കനം കുറച്ചിട്ട് നീളത്തിലാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാനിതാ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു വെണ്ടയ്ക്കേനെ നമുക്ക് ഇതുപോലെ ഒരു 4 ചീന്തായിട്ട് ഇങ്ങനെ ചീന്തിയെടുക്കാവുന്നതാണ്. നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കനം കുറഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 10 വെണ്ടയ്ക്കയും നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. ഞാനിവിടെ കടലപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഇത് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ടയൊക്കെ ഒടിച്ചിട്ട് നന്നാക്കി തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബാറ്ററിലാണ് നമ്മൾ വെണ്ടയ്ക്ക മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയും ഈ ബാറ്ററും തമ്മിൽ നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിലുള്ള മുഴുവൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ ബാറ്ററൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പാൻ ചൂടാക്കിയ ശേഷം ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഈ വെണ്ടയ്ക്ക ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടണം വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ ഇട്ട് വയ്ക്കുക. എന്നാലേ ശരിക്കും ഉള്ളൊക്കെ വെന്തിട്ട് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്കയും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും ഡീപ്പ് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ എന്ന് പറയുന്നത്. നമുക്ക് ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ക്രിസ്പിയാണ്. ചൂടോടുകൂടി കഴിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.